ഏറ്റവും സെറ്റ് സർവീസും കമ്പനിയിൽ തന്നെയാണ് പോയിട്ടുള്ളത്. അതും നമുക്ക് ഈ വണ്ടി ഫൈനൽ 8,70,000 രൂപയ്ക്ക് കൊടുക്കാം. 8,70,000 നിങ്ങൾക്കൊരു MG ഹെക്ടർ. ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? സിംഗിൾ ഓണർഷിപ്പിൽ 46,000 കിലോമീറ്റർ ഓടിയ 2023 ഡീസൽ ഓട്ടോമാറ്റിക് 4x4. 23 ഡീസൽ ഓട്ടോമാറ്റിക്. ഏറ്റവും കൂടുതൽ എൻക്വയറിയുള്ള ഒരു സാധനമാണ്. 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ത്രൂ ഔട്ട് കമ്പനി സർവീസുള്ള വണ്ടിയാണ്. ബൊലേറോ പൊതുവെ ഈ സെഗ്മെന്റ് എങ്ങനെ മൈലേജ്? നിയോന്റെ ഈ സെഗ്മെന്റ് നിയോക്ക് അത്യാവശ്യം മൈലേജ് ഉണ്ട്. കാരണം 3 സിലിണ്ടർ ഡീസലാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം മൈലേജ് കാണിക്കുന്നുണ്ട്. ഏകദേശം 16-17 ലെവലിൽ മൈലേജ് കിട്ടുന്നുണ്ട് അല്ലേ? 100 കിലോമീറ്റർ. ഓക്കെ, അങ്ങനെ ഒരു ഗുണം ഇതിനുണ്ട്. പിന്നെ ഒന്നും ആയിട്ടില്ല. ഫ്രണ്ട് ബമ്പർ ടു ബാക്ക് ബമ്പർ ഒരു പീസ് അണ്ടച്ച് ചെയ്തിട്ടില്ല. വാറണ്ടി കഴിഞ്ഞതിന്റെ ഇതിന്റെ വാറണ്ടി 5 മാസം വരെ. 2 കിടിലൻ ഓഫ് റോഡർ മഹീന്ദ്ര ഥാർ, രണ്ടെണ്ണമല്ല ഒന്നും കൂടി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ വന്നിരിക്കുന്നത് മെട്രോ കാസിലാണ്, കോഴിക്കോട്. സ്വാഗതം ചെയ്യാം അനക് ബ്രോ. അനക് ബ്രോ, സ്വാഗതം. വൻ ഇൻട്രോ ആണല്ലോ. കിടിലൻ സ്റ്റോക്കാണല്ലോ കൊണ്ടുവച്ചിരിക്കുന്നത്. കുറച്ചായി തപ്പി നടക്കുന്നു. അവിടെ കിട്ടിയേ അല്ലോ എല്ലാം ഉണ്ടല്ലേ? SUV സെഗ്മെന്റ് എല്ലാം ഉണ്ടല്ലോ. എല്ലാ സെഗ്മെന്റ് വാഹനങ്ങളും ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. മറ്റേ വരാനുള്ള താറിന്റെ കളർ ഏതാ? അത് ബ്ലാക്ക്. അത് പെട്രോൾ ഓട്ടോമാറ്റിക്കാ. അപ്പോൾ റെഡ്, ബ്ലാക്ക്, ഗ്രേ അങ്ങനെ ഉണ്ടാവും അല്ലേ? 3 ഒരു വെച്ചിട്ടാല് വാഷിങ്ങിലുള്ളത് നമ്മൾ എന്തായാലും കാണിക്കും അല്ലേ വീഡിയോയില്? ഓക്കെ. മെട്രോ കാസ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മാങ്കാവ് തിരുവണ്ണൂരാണ്. മാങ്കാവ് മീഞ്ചത്തേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡായിട്ട് ഏകദേശം സെൻട്രലാണ്. ഈ ബൈപ്പാസിന്റെ സെൻട്രലായിട്ട് ഏകദേശം. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. പിന്നെ വണ്ടി എല്ലാം ഫൈനൽ റേറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ. കുറച്ച് അതായത് വിഷു ഓഫർ. വിഷു വരാൻ പോവാണ്. എല്ലാവർക്കും അഡ്വാൻസ് വിഷു അല്ലേ? അടിപൊളിയായിട്ട് സേഫ് ആയിട്ട്. അതെ, ലോകം മൊത്തം ഇപ്പൊ പൊട്ടിച്ചുകൊടുക്കുക. കുറച്ച് പൊട്ടിച്ചാൽ മതി. അതെ, ഓക്കെ. അപ്പോൾ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് വണ്ടികൾ എന്ന് വെച്ചാൽ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അത് നമ്മൾ അത്രയും ഉറപ്പിച്ച് പറയുന്ന കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും വർഷമായിട്ട് വേറെ വീഡിയോ ചെയ്യാണ്. വേറെ ടെക്നിക്കലായിട്ടുള്ള കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്കറിയുന്ന സൈഡ് നമ്മൾ പറയണം. നമ്മുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്സ് ഉണ്ടാവുന്നുണ്ട്. റെക്ടിഫൈ ചെയ്ത് കൊടുക്കാന്നുള്ളതാണ് കാര്യം. ഇൻ കേസ് വണ്ടി തന്നെ കംപ്ലൈൻറ്റ് ആണെങ്കിൽ നമ്മൾ അപ്പം തന്നെ നമ്മൾ കാണാത്തൊരു കംപ്ലൈൻറ്റ് കസ്റ്റമർ കണ്ടാൽ പോലും അത് നമ്മൾ എത്രയും പെട്ടെന്ന് കസ്റ്റമർക്ക് റിട്ടേൺ ചെയ്യുക. അതായത് നമ്മൾ എവിടെ നിന്നാണ് ഈ വണ്ടി പർച്ചേസ് ചെയ്ത് അതേ വീടിൻ്റെ മുറ്റത്ത് കൊണ്ട് എത്തിച്ചു കൊടുക്കുക, വേഗം പരിപാടികൾ തീർക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു കസ്റ്റമർക്ക് കൊടുത്ത് വഞ്ചിക്കാൻ നമ്മൾ മെനക്കെടാറില്ല. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഹെൽപ്പും ചെയ്ത് ക്ലിയർ ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് വരാം. നല്ല മോഡൽ കൂടിയ വണ്ടികൾ തന്നെയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊള്ളണം. അതേപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ എത്ര നാളായിട്ട് കാണുന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. പുതിയ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂ വ്യൂവർ എന്നോ മറ്റോ കമൻറ്റ് ചെയ്യും. പുതിയ ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടേ പോലെ. നമ്മളെ പഴയ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതാ പറഞ്ഞത്, പുതിയ ആളുകൾ വരട്ടെ, നമുക്ക് അറിയണമല്ലോ. ഓക്കെ, കോൺടാക്ട് നമ്പർ റൈറ്റ് ഓഫ് കോർണറിലുണ്ടാവും. വീഡിയോയിലേക്ക് പോകാം അല്ലേ? ഓ ശരി. നമ്മുടെ ആദ്യ വാഹനം ഒരു റെഡ് ടിയാഗോ KL 27 രജിസ്ട്രേഷൻ വണ്ടിയാണ്. സെക്കൻഡ് ഷേപ്പാണ്. 2023 മോഡൽ, സിംഗിൾ ഓണർഷിപ്പിൽ 16,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള XT ഓപ്ഷൻ വേരിയന്റ് ആണ്. XT ഓപ്ഷൻ ടോപ്പിന്റെ താഴെ വരുന്ന ഓപ്ഷനാണ്. പിന്നെ ലോ കിലോമീറ്റർ 16,000 മാത്രം അല്ലേ? 3 വർഷം കൊണ്ടാണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 0 ക്ലെയിം. വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടോ ഈ വർഷം? വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വാഹനമാണ്. പിന്നെ എന്താ പറയാ, ഫോഗ് ലാമ്പ് കാര്യങ്ങൾ, അലോയ്സ് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ഇല്ല, അലോയ് ടൈപ്പ് വീൽ കപ്പ് നമ്മുടെ എക്സെറ്റിന് വരുന്ന വീൽ കപ്പ് ഇതിൽ വരുന്നുണ്ട്. അതാണ് XT ഓപ്ഷന്റെ. പിന്നെ ചെറിയ ഇന്റീരിയറിൽ ഡിഫറൻസും. അലോയ്സ് വരുന്ന എക്സെറ്റ് പ്ലസിന് മാത്രമാണ് തോന്നുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ മൈലേജ് ഒരു 14-17 റേഞ്ച് മൈലേജ് കിട്ടും. 1.2 ലിറ്റർ 3 സിലിണ്ടർ റേഞ്ചാണ് വരിക. അപ്പോൾ 23 XT ഓപ്ഷനിൽ എത്ര നമുക്ക് കൊടുക്കാം? ഈ വണ്ടി നമ്മൾ ഈ വീഡിയോയിൽ നമ്മളെല്ലാം പറയുന്നത് മാക്സിമം പൊട്ടിച്ചുള്ള റേറ്റ് ആണ്. പൊട്ടിച്ചുള്ള റേറ്റ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് തന്നെ. അതെ, കുറച്ചുള്ള റേറ്റ് ആണ്. 5,15,000 രൂപയ്ക്ക് വേണ്ടി നമുക്ക് കൊടുക്കാം. 23 ടിയാഗോ 5.15. എത്ര ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ വെറും 16,000 കിലോമീറ്റർ. 4.5-4.25 ലോൺ വാങ്ങിക്കൊടുക്കാം. ലോൺ കിട്ടും. വെറും 16,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അപ്പോൾ താല്പര്യമുള്ള വിളിച്ചോ. ലോണ് മാക്സിമം കയറുന്നുണ്ട്. എന്തായാലും വേറെ വർക്കൊന്നുമില്ല അല്ലേ? ഒന്നുമില്ല, പ്രോപ്പർ സർവീസ്, ഷോറൂം സർവീസ്. അടുത്തതൊരു ബ്ലാക്ക് കോമ്പാക്ട് SUV റിനോ കൈഗർ KL 30 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഫുൾ ഓപ്ഷൻ ഇത് RXT ഓപ്ഷനിലാണ്. T ഓപ്ഷനിൽ നമുക്ക് അലോയ്സും പുഷ് ബട്ടൺ സ്റ്റാർട്ട് അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഓക്കെ. T ഓപ്ഷനിൽ അതിൻ്റെ മേലെയാണ് RX വരിക. തൊട്ട് താഴെ വരുന്നത് ഏതാ മോഡൽ? ഏതാ ഇത്? 2023 മോഡലിൽ AMT 1 ലിറ്റർ
സോറി 1 ലിറ്റർ ഓട്ടോമാറ്റിക് AMT ആണ് ഗിയർ ബോക്സ് വരിക. നോൺ ടർബോ അല്ലേ വരാ? നോൺ ടർബോ ആണ് വരിക. നോൺ ടർബോ CVT-ലാണ് ടർബോ വരുന്നത്. CVT-ലാണ് ടർബോ വരുന്നത്. ഓക്കെ, ഇത് AMT ഗിയർ ബോക്സ് ആണ്, ഓട്ടോമാറ്റിക്. മൈലേജ് കിട്ടും ഒരു 14-17 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ, 32,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് ആയിട്ടുള്ള ഷോറൂം സർവീസുള്ള വണ്ടിയാണ്. മോഡൽ പറഞ്ഞ 22 ഉണ്ട്. 23 തന്നെ. ഇതും 23. PS6 വാറണ്ടി കഴിഞ്ഞത് ഇപ്പോൾ? വാറണ്ടി കഴിഞ്ഞിട്ടില്ല. 26 വരെ വാറണ്ടി ഉണ്ട്. 26 ഏതാ മാസം? 26 8ാം മാസം വരെ എന്ന് പറഞ്ഞു. ഈ വർഷം 8ാം മാസം വരെ നിലവിൽ വാറണ്ടിയിലേക്ക് വാഹനം. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പറ്റുമെങ്കിൽ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യാം. വണ്ടി എപ്പോഴും സേഫ് ആയിരിക്കും. കാർ മോഡൽ കൂടിയ വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ സേഫ് ആവാൻ വാറണ്ടി ഉണ്ടെങ്കിൽ സമാധാനം. നമ്മുടെ പോക്കറ്റും സേഫ് ആണ്, ടെൻഷൻ ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ നല്ല മൈലേജിൽ നല്ലൊരു കോമ്പാക്ട് SUV ഓട്ടോമാറ്റിക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. എത്ര ചോദ്യമില്ല. നെറ്റ് 6,70,000 രൂപയ്ക്ക് കൊടുക്കുക. 6,70,000 2023 വണ്ടിയാണ്. 23 RXT ഓപ്ഷനിൽ അലോയ്സ് പുഷ് ബട്ടറും ഒക്കെ ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. 1 ലിറ്റർ ഓട്ടോമാറ്റിക്. അപ്പോൾ താല്പര്യം വിളിച്ചോ. ഒരു 6 കാലൊക്കെ ലോൺ കിട്ടും. 6.5 മാക്സിമം ഫുൾ ലോൺ കിട്ടും. 6,70 തന്നെ ഫുൾ ലോൺ കിട്ടും. കാരണം 23 മോഡൽ ഉണ്ടല്ലോ. ന്യൂ കാറിന് റേറ്റ് ഉള്ളതിനെ കൊണ്ട് എന്തായാലും റേറ്റ്. അടുത്തതൊരു ബ്രസ KL 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. അതെ. ഏതാ മോഡൽ? ഇത് 2022 മോഡലാണ്. ഫേസ് ലിഫ്റ്റിന് തൊട്ട് താഴെ വന്ന വണ്ടി. 2022 മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിൽ ZXi ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ZXi പ്ലസ് അല്ല, അതിന്റെ തൊട്ട് താഴെ വരുന്ന ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സ് ആണ് അല്ലേ? AT ഗിയർ ബോക്സ് ആയിരുന്നു. ഇപ്പൊ AMT ആയി. ആദ്യം AT ആയിരുന്നു. AT ആണ്. ഓക്കെ, അപ്പോൾ 22 മോഡലിൽ കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. ഓട്ടോ എത്ര പോയി? 71,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പ്രോപ്പർ സർവീസ് ഷോറൂമിൽ പോകുന്ന വണ്ടിയാണ്. എന്തോ സെമി ഹൈബ്രിഡ് അല്ലല്ലോ ഇത് വരാം. ഇത് സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞിട്ട് വരുന്ന വണ്ടിയാണ്. സ്മാർട്ട് തന്നെയാണല്ലേ? അപ്പോൾ ഒരു 14-17 റേഞ്ചൊക്കെ മൈലേജ്. 14 to 15 എന്തായാലും. അതിന്റെ മുകളിലേക്കുള്ളതൊക്കെ ഒരു സ്മാർട്ട് ഹൈബ്രിഡ് അല്ലേ? സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. കിട്ടാൻ ചാൻസ് ഉണ്ട്. ബോഡി വെയിറ്റ് ലേശം കുറവുള്ളതിനെ കൊണ്ട് അല്ല, സ്മാർട്ട് ഹൈബ്രിഡിൽ കിട്ടും അത്യാവശ്യം. ഓക്കെ, വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, പ്രോപ്പർ സർവീസ് ആയിട്ടുള്ള പോകുന്ന വണ്ടിയാ. പിന്നെ നമുക്ക് കമ്പനി കൊണ്ട് ചെക്കിങ് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം എത്ര ചോദ്യം? നമ്മളിത് മാനുവൽ വണ്ടിക്ക് ഇവിടെ നമ്മുടെ ഷോറൂമിലോ അല്ലെങ്കിൽ ഇവിടുത്തെ മാർക്കറ്റിലുള്ള ചോദ്യമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ 8,30,000 രൂപയ്ക്ക് നെറ്റ് വണ്ടി കൊടുക്കും. 8:30 ഓട്ടോമാറ്റിക് AT ഗിയർ ബോക്സ് വരുന്ന 2022 മോഡൽ ബ്രസ ZXi. 8 ലക്ഷം രൂപ വരെ ലോണും കയറും. വീട്ടിലേക്ക് വരെ ലോണും കിട്ടുന്നുണ്ട്. അപ്പോൾ ബ്രസ നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ എടുക്കാം, ധൈര്യമായിട്ട് എടുക്കാം. മെയിൻ്റനൻസ് ഫ്രീ ആണ്. മെയിൻ്റനൻസ് ഫ്രീ ആണ്, അത്യാവശ്യം മൈലേജ് കിട്ടും. അടുത്തത് ഒരു കിടിലൻ ഹാരിയർ ആണ്. KL 73 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. അതായത് ഹാരിയറിന്റെ ഫസ്റ്റ് അല്ല, ഇത് സെക്കൻഡ് ഷേപ്പ് ആണ്. ഇപ്പൊ പിന്നെ മൊത്തത്തിൽ മോഡൽ മാറി. അന്ന് ചെറിയ വ്യത്യാസമുള്ളൂ. ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡല് BS6 സെക്കൻഡ് ഓണർഷിപ്പിൽ ഫാൻസി നമ്പറിൽ വെറും 32,000 കിലോമീറ്റർ ഓടിയ XT വേരിയന്റ്. XT മിഡിൽ ഓപ്ഷൻ ആണ്, മാനുവൽ ആണ്. മാനുവൽ. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡീസലിൽ വെറും 32,000 കിലോമീറ്റർ ആ വണ്ടി ഓടിയിട്ടുള്ളൂ. അത് ഭയങ്കര ലോ കിലോമീറ്റർ ആണ്. കാരണം 6 വർഷം ആവാനായി. 20 മോഡൽ 6 വർഷം കൊണ്ട്, അതായത് ഒരു പെട്രോൾ വണ്ടി പോലെ ഇത്ര കൂടുതൽ ഓടും. ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ പെട്രോൾ പോലും കൂടുതൽ ഓടും 6 വർഷം കൊണ്ട്. XT-ൽ തന്നെ അലോയ്സ് ഒക്കെ വരും. XT-ൽ അലോയ്സ് വരും, പ്രൊജക്ടർ ലൈറ്റ്സ് വരും. മെയിൻ ആയിട്ട് ഇല്ലാത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് പുഷ് ബട്ടൺ ഉണ്ട്. മറ്റേ സ്റ്റീരിയോ വരുന്നു. സൺറൂഫ് ഇല്ല. എയർ ബാഗ് 6 ഉണ്ടാവില്ല. അതാണ് മെയിൻ ഡിഫറൻസ്. പിന്നെ ടോപ്പ് എൻഡ് വരുമ്പോൾ അലോയിൽ ഡിസൈനിൽ ഡിഫറൻസ് ഉണ്ട്. ഒരു സൈസ് അപ്പ് ആവും. ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. നമ്പറും 31 അതെ, ഡീക്രോമും കാര്യങ്ങളെല്ലാം ചെയ്ത് വണ്ടി പക്ക ക്വാളിറ്റിയിലാണ് നിൽക്കുന്ന വണ്ടി. വരുന്ന കസ്റ്റമർക്ക് എടുക്കുക, കൊണ്ടുപോകാം. ഇപ്പൊ 32,000 സർവീസ്. ഇപ്പൊ സർവീസ് കിലോമീറ്റർ വൈസ് ആയിട്ടില്ല, സർവീസ് ആയിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി ടാറ്റയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതും കഴിഞ്ഞിട്ടേ നമ്മൾ കൊടുക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, ഡീസൽ അടിക്കുക, ഒരു 14-15 മൈലേജിൽ ഓടിച്ചിങ്ങനെ കൊണ്ടുപോകാം. 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ അങ്ങനെ പറക്കൂല. ഓക്കെ, അപ്പോൾ ചോദ്യം എത്രയാ? ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നതും നല്ല അടിപൊളി റേറ്റ് ആണ്. 10,60,000 രൂപയ്ക്ക് നെറ്റ് കൊടുക്കുക. 10,60,000 ഫുൾ ലോൺ വാങ്ങി കൊടുക്കുക. 2020 വണ്ടി ഡീസൽ XT ഫീച്ചേഴ്സ് വരുന്ന കൂടെ XM-നെല്ലാം നല്ല റേറ്റ് ചോദിക്കുന്നത്. ലോ കിലോമീറ്റർ ആണ്, 30,000 മാത്രം. XM ഒക്കെ ചോദിക്കുന്ന പോലത്തെ റേറ്റിന് 32,000 കിലോമീറ്റർ ഓടിയ വണ്ടി 10,60,000 രൂപയ്ക്ക് XT വണ്ടി കിട്ടും. അതും ഫാൻസി നമ്പറോടെ. അങ്ങനെ നമ്മൾ ഥാറിലേക്ക് എത്തി. റെഡ് ആൻഡ് ബ്ലാക്ക് ഥാറാണ്. KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ. അതെ. ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? സിംഗിൾ ഓണർഷിപ്പിൽ 46,000 കിലോമീറ്റർ ഓടിയ 2023 ഡീസൽ ഓട്ടോമാറ്റിക് 4x4. 23 ഡീസൽ ഓട്ടോമാറ്റിക്. ഏറ്റവും കൂടുതൽ ഇൻക്വയറിയുള്ള ഒരു സാധനമാണ് ഡീസൽ ഓട്ടോമാറ്റിക്കിൽ. 27 വരെ വാറണ്ടി ഉണ്ട്, ടെൻഷനേ ഇല്ല. പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ 2 വർഷം എടുക്കാനും പറ്റും. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല.
കറക്റ്റ് പ്രോപ്പർ സർവീസ്. ടയേഴ്സ് 4 പുതിയതാണ്, സ്റ്റെപ്പിന് ഇറക്കിയിട്ടില്ല. ഒന്നും ചെയ്യണ്ട. സിയറ്റിലുള്ള 4 റേഞ്ചർ ടയേഴ്സ് ആണുള്ളത്. അടിപൊളി ലുക്ക്, ക്ലീൻ വണ്ടി, ക്ലീൻ വണ്ടി. അങ്ങനെ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എക്സ്ട്രാ ഫിറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള സ്റ്റോക്ക് വണ്ടി. അതിന്റെ ലുക്ക് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതെ. എത്ര ചോദ്യം എത്ര? നമ്മളിവിടെ ചോദിക്കുന്നത് 16,90,000 രൂപയാണ്. ചെറിയൊരു മാറ്റം കൂടി വരുത്തി കൊടുക്കാം. ഡീസൽ ഓട്ടോമാറ്റിക് 4x4 അല്ലേ? 14,90 നിങ്ങൾക്ക് 16,90. സോറി 16,90 ചോദിക്കുന്നുള്ളൂ. ചെറിയ മാറ്റം കൂടി 90 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ എത്ര കിട്ടും? 15 വരെ. 15 വരെ എന്തായാലും കിട്ടും. അതിന് മുകളിലേക്കുള്ള കസ്റ്റമർ ട്രാക്ക് പോലെ ഈ ലോൺ എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് ട്രാക്കാണ്. ഓണർഷിപ്പ് സിംഗിൾ തന്നെ? സിംഗിൾ ഓണർഷിപ്പ്. നേരത്തെ ഹാരിയർ സിംഗിൾ അല്ലേ? ഹാരിയർ സെക്കൻഡ് ഓണറാണ്. നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ഓണർ. ഞാൻ ചോദിക്കുന്നത് പിന്നെ എൻ്റെ മൈൻഡ്. ഫസ്റ്റ് ഓണർ ബത്തേരിയാണ്, സെക്കൻഡ് ഓണർ ഇവിടെ അത്തോളി. അപ്പോൾ ഇത് സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുകയാണ്. 16,90 നിങ്ങൾക്ക് കൊണ്ടുപോകും. പുതിയ താറിന് ഏകദേശം എത്ര വരുന്നുണ്ട്? ഡീസൽ ഓട്ടോമാറ്റിക് 4x4 ആണെങ്കിൽ 21-ന്റെ മുകളിലായി ഇപ്പോൾ. 21-ന്റെ മുകളിൽ പോകും. ഓഫർ പറയാണ്, കാരണം താറ് കാണിക്കുന്നത് വെച്ചാൽ പലർക്കും കൺഫ്യൂഷനാണ്. പലരും കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഈ കസ്റ്റമർ എടുക്കുന്ന സമയത്തുള്ള നമ്മുടെ കസ്റ്റമേഴ്സിന്റെ സംശയം നോർമലാണ്. ഇവരെടുക്കുന്ന സമയത്ത് ഈ വണ്ടിക്ക് 19,80,000 20,000 രൂപ അടുപ്പിച്ചു അന്നത്തെ വില. ഇന്ന് അതിനുശേഷം വില കുറഞ്ഞു. GST ഒരു 1,00,000 രൂപയോളം കുറഞ്ഞു. പിന്നെ പഴയ വില മുകളിലായി. നമുക്ക് വലിയ ബെനിഫിറ്റ് ഇല്ല. കുറഞ്ഞ സമയത്ത് എടുക്കണമായിരുന്നു. അടുത്ത വണ്ടിയില്ലേ? അടുത്ത താറ് ഗ്രേ കളറാണ്. മറ്റേത് എത്തിയില്ലല്ലേ? ബ്ലാക്ക് എത്തിയില്ല. എത്തിയില്ല, കുറച്ച് സമയം എടുക്കും. അല്ലെങ്കിൽ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാം. ഓക്കെ. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2023 മോഡൽ തന്നെ, സിംഗിൾ ഓണർഷിപ്പിൽ 32,000 കിലോമീറ്റർ ഓടിയ 2 വീൽ ഡ്രൈവ് മാനുവൽ ഡീസൽ. ഓക്കെ. ഡെയിലി യൂസിന് പറ്റിയ സാധനം. നേരത്തെ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് കണ്ടത്, 4 വീൽ ഡ്രൈവ്. ഇത് 2 വീൽ ഡ്രൈവ് മാനുവൽ ഡീസൽ. സാധാരണ യൂസിന് എല്ലാം സിംഗിൾ ഓണർ 32,000 കിലോമീറ്റർ ഓടിയ നോർമൽ ഡേ ടു ഡേ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി വണ്ടിയാണ്. ഓക്കെ. ഇതിലും 27 വരെ വാറണ്ടി ഉണ്ട്, റീപ്ലേസ് ഇല്ല. എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ടോ എന്ന് വെച്ചാൽ 2 ഫോഗ് ലൈറ്റ്സും കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടാതെ വേണമെങ്കിൽ ടയേഴ്സ് അബവ് ആവറേജ് ടയേഴ്സ് ഉണ്ട്. സെയിം സിയറ്റിൽ റേഞ്ചർ ടയേഴ്സ് തന്നെയാണ് വരുന്നത്. സ്റ്റോക്ക് ടയേഴ്സ് ആണ്. എന്തോ ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല, പക്ക ഷോറൂം. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് 12,90,000 രൂപ. ഓക്കെ. 2 വീൽ ഡീസൽ മാനുവൽ 12,90 നിങ്ങൾക്ക് കൊണ്ടുപോകാം. വേറെ ക്ലെയിമും കാര്യമൊന്നും ഇല്ലാത്ത ഒരു നല്ല കാറ്. ബ്ലാക്ക് ഇപ്പോൾ വരുമായിരിക്കും, എന്നിട്ട് കാണിച്ചു തരാം അല്ലേ? അടുത്തത് ഒരു 7 സീറ്റർ വാഹനമാണ്. മഹീന്ദ്രയുടെ ബൊലേറോ. എന്താ TUV നിർത്തിയതിനു ശേഷം ബൊലേറോനെ ഈ ഷേപ്പിലാക്കി അല്ലേ? അതെ, പേരൊന്ന് മാറ്റിയിട്ട് ഇപ്പോൾ അവർക്ക് സ്ഥിരമായിട്ട് പേര് മാറ്റുന്ന പരിപാടി ഉണ്ടല്ലോ. XUV 700-നെ XUV 7XO ആക്കി, അതേപോലെ 3XO 4XO എന്ന് പറഞ്ഞ വരുന്നുണ്ടല്ലോ. ഇത് 2024 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർ 35,000 കിലോമീറ്റർ ഓടിയ ബൊലേറോ നിയോല് N8 എന്ന് പറഞ്ഞ വേരിയന്റ്. ഫുള്ളിന്റെ തൊട്ട് താഴെ N10 ആണ് ഫുൾ. അതിന്റെ തൊട്ട് താഴെ ഓപ്ഷൻ വരുന്നത് 24 മോഡലാണ്. 27 വരെ 24 വർഷം വാറണ്ടിയുണ്ട്. ഓക്കെ. അപ്പോൾ 28 3-ാം മാസം വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ് ബൊലേറോ നിയോ. ന്യൂ എംബ്ലോ കാര്യങ്ങളൊക്കെ വരിക. അതെ, ബട്ടർഫ്ലൈ എംബ്ലോ ആണ്. 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ത്രൂ ഔട്ട് കമ്പനി സർവീസുള്ള വണ്ടിയാണ്. ബൊലേറോ പൊതുവെ ഈ സെഗ്മെന്റ് എങ്ങനെ മൈലേജ്? ഈ സെഗ്മെന്റ് നിയോക്ക് അത്യാവശ്യം മൈലേജ് ഉണ്ട്, കാരണം 3 സിലിണ്ടർ ഡീസലാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം മൈലേജ് കാണിക്കുന്നുണ്ട്. ഏകദേശം 16-17 ലെവലിൽ മൈലേജ് കിട്ടുന്നുണ്ട് അല്ലേ? എന്നാൽ അത്യാവശ്യം ബോഡി വെയിറ്റും ഉണ്ട്. പവറിന് ലാഗ് ഒന്നും ഇല്ലല്ലോ? 3 സിലിണ്ടർ മൈന്യൂട്ട് ആയിട്ടുള്ള ലാഗ് ഉണ്ട്. ലാഗ് അല്ല, ഒരു വിൽക്കമ്മി. പക്ഷെ അത് ഈ മൈലേജ് ഉള്ളതിനെ കൊണ്ട് മെയിൻറ്റെയിൻ ആയി പോകും. അതെ. ഓക്കെ. എന്നാൽ പവറിൽ കുറവില്ല. 1500 cc എഞ്ചിനാണ്. അല്ല, പഴയത് ഓടിക്കുമ്പോൾ സുഖം ഉണ്ടോ ഇത് ഓടിക്കുമ്പോൾ? മറ്റേ ബൊലേറോ ആയിട്ടാണോ? അത് രണ്ട് സെഗ്മെന്റിലുള്ള വണ്ടിയാണ്. മറ്റേലും നന്നായിട്ട് നോക്കാം. അതെ. ഓക്കെ. അപ്പോൾ ഇതെത്രയാണ് നമുക്ക്? ഈ വണ്ടി നമുക്ക് 8,90,000 രൂപയ്ക്ക് നെറ്റ് കൊടുക്കാം. ഇത് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ട് N8-ന്? ഈ വണ്ടി ഇറങ്ങുമ്പോൾ 11,28,000 രൂപ. 11,20,000 ഓഫർ കഴിഞ്ഞിട്ട്. ഓക്കെ. 8,90 അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. അതെ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോ. ഫുൾ സർവീസും എല്ലാം ഉണ്ട്. പക്ക ഒരു വണ്ടി അല്ലേ? ഹ്യുണ്ടായ് ക്രെറ്റ KL 11 കോഴിക്കോട് വണ്ടി. അതെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് സിംഗിൾ ഓണർഷിപ്പിൽ 2023 മോഡലിൽ ഫേസ് ലിഫ്റ്റ് വരുന്ന തൊട്ട് മുന്നത്തെ വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക്കിൽ SX ഓപ്ഷനിൽ. SX ഓപ്ഷണൽ ഡീസൽ ഓട്ടോമാറ്റിക്, ഏറ്റവും ടോപ്പ് ആൻഡ് ആവറേജ് കിലോമീറ്റർ ഉള്ളൂ. 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. A to Z കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ബമ്പർ പോലും മാറിയിട്ടില്ല. ചെറിയ ടച്ചപ്പ് ബമ്പർ കോർണർ ഉണ്ടെന്നുള്ളതല്ലാതെ റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഈ ജൂലൈ വരെ അണ്ടർ വാറണ്ടിയിലേക്കാണ്. ജൂലൈ 21 വരെ അണ്ടർ വാറണ്ടിയിലാണ് ഈ വർഷം. അപ്പോൾ നോക്കുന്നവരുണ്ടെങ്കിൽ വലിയ ഓട്ടോ പോയിട്ടില്ല. ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ക്രെറ്റയാണ്.
സീറ്റ് വെന്റിലേഷനും ഇലക്ട്രിക് സീറ്റ്സും എല്ലാം വരുന്നത്. പനോറമിക് സൺറൂഫ് എല്ലാം വരും. ഇനി ടോപ്പ് ആൻഡ് ഇപ്പോഴത്തെ പുതിയ ഷേപ്പിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അഡാസിൻ്റെ ഒരു കുറവ് ആണ് മെയിനായിട്ടുള്ള വ്യത്യാസം. അത് വലിയ മാറ്റമൊന്നുമില്ല, ഗ്രില്ലുള്ള മാറ്റം കാര്യമായിട്ട് ഫ്രണ്ടേജിലും ഗ്രില്ലുള്ള വ്യത്യാസം അതേ ഉള്ളൂ. അപ്പോൾ എത്ര അതിൻ്റെ ചോദ്യത്തിൽ ഇപ്പോൾ ഈ വണ്ടി നമുക്ക് നെറ്റ് 18.5 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 18. ഇത് ഇറങ്ങുമ്പോൾ 25. ഇവരെടുക്കുന്ന സമയത്ത് 24.2, ഇപ്പോൾ 25-ന് മുകളിൽ റേറ്റ് ആയി. 24 ആകുന്നുണ്ട് ഇപ്പോൾ. 18.50 അല്ലേ? 18,50,000 രൂപയ്ക്ക് നമുക്ക് നെറ്റ് കൊടുക്കാം. അതിൽ 15-16 ലക്ഷം രൂപ കണ്ണുമുട്ടിലുണ്ട്, ലോണും കിട്ടും മാക്സിമം. ഇപ്പോൾ കണ്ടാൽ നമ്മൾ ഓൾമോസ്റ്റ് വണ്ടികളും 22, 23, 24 തന്നെയാണ്. അതെ, ഒരുവിധം എല്ലാ കസ്റ്റമേഴ്സും അതിലേക്ക് ചിന്തിച്ച് തുടങ്ങി. അധികം ചിലവുണ്ടാവരുത്, ആ മോഡലുള്ള പഴക്കമില്ലാത്ത വണ്ടികൾ. ടെൻഷനില്ലല്ലോ, തലവേദനകളില്ല. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് MG ഹെക്ടർ പ്ലസ് 6 സീറ്റർ. 7 സീറ്റർ ആണ്. 7ലേക്ക് സെൻറ്റർ ഒരു സീറ്റ് കൊടുത്ത് കൺവേർട്ട് ചെയ്ത്. ഓക്കെ, അപ്പോൾ 6 RCയിലുണ്ട്, 7 സീറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. KL 22 രജിസ്ട്രേഷൻ വാഹനമാണ്. ഡീസലാ പെട്രോൾ ഓട്ടോമാറ്റിക്? പെട്രോൾ ഓട്ടോമാറ്റിക്. അത് ഹെക്ടറിൽ കൂടുതലും എൻക്വയറി പെട്രോൾ, മാനുവൽ അല്ലേ ഓട്ടോമാറ്റിക്? കൂടുതൽ ഓട്ടോമാറ്റിക്കിനാണ്, മാനുവലിന് കുറഞ്ഞ ആൾക്കാർ മെയിനായിട്ട് എടുക്കുന്നത് തന്നെ. ഇതിൻ്റെ ഫീച്ചേഴ്സ്, ആ സുഖം, പിന്നെ ഡ്രൈവിംഗ് സുഖം, നല്ല ഹൈറ്റ് ആണ്. അതെ, നല്ല ഹൈറ്റുമാണ്. കൂടുതലും ഗൾഫാരാണ് എടുക്കുന്നത്. പിന്നെ ഇവിടെ ഉള്ളവർ എടുക്കുന്നതും അധികം യൂസ് ഇല്ലാത്ത നല്ല ലക്ഷറി ഫീൽ വേണം, എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണോ, ഇൻക്ലൂഡിങ് 360 ക്യാമറ വരെ ഉള്ള എല്ലാം വേണം എന്നുള്ള കൺസെപ്റ്റ്. ഇത് ഏറ്റവും ടോപ്പൻ ഷാർപ്പ്. 22-ല് ഷാർപ്പാണ് വരുന്നത്. 23 മുതൽ ന്യൂ ഷേപ്പ് ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ സാവി പ്രോ ടോപ്പൻ ആയി. അത്രേ ഉള്ളൂ. അപ്പോൾ അഡീഷണൽ ഡാഷ് ക്യാം ചെയ്തിട്ടുണ്ട്. ബാക്കി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ കമ്പനി ഇൻബിൽഡ് വരുന്നതാണ്, ടാൻ ലെതറിൽ വരുന്നത്. ബാക്കി എല്ലാം പക്ക കമ്പനി സർവീസുള്ള 34,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. നോർമൽ ഓട്ടം തന്നെ, 22 വണ്ടിയാണ്. നമ്മൾ ചോദിക്കുന്നതും അട്രാക്റ്റീവ് ആയിട്ടുള്ള റേറ്റാണ്. 13,70,000 രൂപയ്ക്ക് 6 സീറ്റർ ഹെക്ടർ പ്ലസ് CVT നമുക്ക് കൊടുക്കാം. ബേസിക്കലി മാനുവൽ 21 അല്ലെങ്കിൽ 21 ഓട്ടോമാറ്റിക്കിന് ചോദിക്കുന്ന റേറ്റാണ് നമ്മൾ 22 ഓട്ടോമാറ്റിക് കൊടുക്കാന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 12 ലക്ഷം 12.5 ലോൺ കിട്ടും. 12.5 to 13 എന്തായാലും കിട്ടും. 13 കിട്ടും. കാരണം നമ്മൾ ചോദിക്കുന്ന റേറ്റും ന്യൂ കാറിൻ്റെ റേറ്റും ഒക്കെ ആയിട്ടാണ് കമ്പാരിറ്റം വരും, നമ്മുടെ വാല്യുവേഷൻ വരുമ്പോൾ. അപ്പോൾ ആ റേറ്റ് വെച്ച് നോക്കുമ്പോൾ എന്തായാലും 13 അടുപ്പിച്ച് റേറ്റ് കിട്ടും. മാക്സിമം 13,70,000 രൂപയ്ക്ക് നമുക്ക് നെറ്റ് വണ്ടി കൊടുക്കാം. ഇനി 5 സീറ്ററാണ് MG ഹെക്ടർ. അത് വൈറ്റ് കളറിൽ KL 4 രജിസ്ട്രേഷൻ. അതെ, ഏതാ മോഡൽ? 2020 മോഡൽ, സിംഗിൾ ഓണർഷിപ്പിൽ തന്നെ. പെട്രോൾ മാനുവലാണ്, ബഡ്ജറ്റ് വെഹിക്കിളുമാണ്. 20 മോഡലിൽ 42,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. മിഡിൽ ഓപ്ഷനാണ് വേരിയന്റ് വരിക. സൂപ്പർ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അതിൽ മെയിനായിട്ട് ഇല്ലാത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ സൺറൂഫ് ഇല്ല എന്നുള്ളതാണ്. കാരണം അലോയ്സ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 42,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ഫുള്ളി കമ്പനി സർവീസാണ്. A to Z സർവീസും കമ്പനി തന്നെയാണ് പോയിട്ടുള്ളത്. അതും നമുക്ക് ഈ വണ്ടി ഫൈനൽ 8,70,000 രൂപയ്ക്ക് കൊടുക്കാം. 8,70,000 നിങ്ങൾക്കൊരു MG ഹെക്ടർ പെട്രോൾ മാനുവൽ മിഡിൽ ഓപ്ഷൻ വാഹനം കൊണ്ടുപോകും. ഓക്കെ, ലോണ് ഒരു 8 lakhs വരെ കിട്ടും. ഫുള്ളും കിട്ടും. ഓക്കെ, കൈഗർ KL 5 കോട്ടയം വണ്ടി. നമ്മൾ തുടക്കത്തിലൊരു ബ്ലാക്ക് കണ്ടു അല്ലേ? അതെ. ഓക്കെ, ഇത് ബ്ലൂ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2023 മോഡൽ തന്നെ, സിംഗിൾ ഓണർഷിപ്പിൽ. നേരത്തെ നമ്മൾ കണ്ടത് കിഗറിലെ AMT ഗിയർ ബോക്സിലായിരുന്നു. ഇത് ടർബോ CVT ആണ്. ഏറ്റവും ടോപ്പിൻ്റെ വണ്ടി RXZ. ഓക്കെ, അന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 13-13.5 വില വന്ന വണ്ടിയാണല്ലേ? അതെ അതെ അതെ. ഓക്കെ, അപ്പോൾ 13 വന്നിട്ടുണ്ടായില്ല, 12.5 ലക്ഷം രൂപയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതെ, 12.5. ഇപ്പം വില കൂടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അന്നത്തെ വില 12.5 ലക്ഷം രൂപയായിരുന്നു. പിന്നെ അതിന് ശേഷം 1 ലക്ഷം 1.10 കുറഞ്ഞു, GST കുറഞ്ഞാൽ. ഇപ്പോൾ രണ്ടാമതും മുകളിലേക്ക് പോവാം. നമ്മുടെ നിസാനിൽ മാഗ്നൈറ്റിനൊക്കെ നല്ല റേറ്റ് കൂടി, ഒരു 11 വരെയൊക്കെ റേറ്റ് ഉണ്ടായുള്ളൂ. ഇപ്പം നന്നായിട്ട് 13-ന് മുകളിൽ. മാഗ്നൈറ്റിന്റെ 13.5 വരെയൊക്കെ റേറ്റ്. അന്ന് 12.75 13 അടുപ്പിച്ച് റേറ്റ്. അപ്പോൾ ഇത് ഏറ്റവും ടോപ്പൻ്റാണ്. CVT ഓട്ടോമാറ്റിക്, വലിയ ലാഗും കാര്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ ലോങ് ഒക്കെ നമ്മൾ നോക്കി കണ്ട് ഓടിക്കുകയാണ്, ഒരു 13 വരെ മൈലേജ് കിട്ടും. CVT അത്രേ കിട്ടുള്ളൂ. അല്ലാന്നാണെങ്കിൽ സിറ്റിയിലാണെങ്കിൽ 10 അത്രേ ഉള്ളൂ. ക്ലെയിമും കാര്യമൊന്നും ഇല്ലല്ലോ? ഇല്ല, 18,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. വാറണ്ടി ഇപ്പോൾ കഴിഞ്ഞോ? വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, 18,000 ഓടിയ വണ്ടിയാണ്, ഫുൾ ഓപ്ഷൻ CVT ഓട്ടോമാറ്റിക്. എത്ര ചോദ്യം? ഈ വണ്ടി നമുക്ക് ഫൈനൽ 7,70,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 7.25 ലക്ഷത്തിന് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. ലോ കിലോമീറ്റർ വണ്ടി. അപ്പോൾ ലോൺ മാക്സിമം കയറുമോ? ഫുൾ ലോൺ വണ്ടി ഉണ്ട്. നമ്മൾ ഫോക്സ് വാഗൺ മാറ്റിയിട്ട് റിനോവൻ എടുത്താൽ മൊത്തത്തിൽ? അങ്ങനെ ഒരു താല്പര്യമില്ല. ഇങ്ങനെ ഓട്ടം കുറഞ്ഞ വണ്ടി വന്നപ്പോൾ ഒരു 2-3 വണ്ടി എടുത്ത് വെച്ചതാ. വീണ്ടും കൈകറാണ്. അപ്പോൾ മൂന്നാമത്തെ കൈകറാണ് നമ്മൾ കാണിക്കുന്നത്. KL 14 കാസർഗോഡ് വണ്ടി. ഇത് ബ്ലാക്ക് തന്നെ, ഫുൾ ഓപ്ഷൻ. ഇത് ടോപ്പ് എൻഡ് RXZ.
ഓക്കെ. ഇത് നമ്മൾ തൊട്ട് നേരത്തെ കണ്ടത് CVT ആയിരുന്നു. നമ്മൾ പിന്നെയും MT യിലേക്ക് വന്നു. MT യിൽ ഫുൾ ഓപ്ഷൻ. നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നത് MT യിൽ തൊട്ട് താഴെയുള്ള വേരിയന്റ്. അതെ. ഓക്കെ. ഇതിലിപ്പോൾ ഡിഫോഗർ, ബാക്ക് വൈപ്പർ എല്ലാം വരും, എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. MT തന്നെ. മോഡൽ ഇത് 2023 മോഡൽ. പക്ഷെ നേരത്തെ കണ്ട വണ്ടി നമ്മൾ 30 സംതിങ് ഓടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് MT. ഇത് വെറും 9500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ. ഓക്കെ. അങ്ങനെ ഒരു ഗുണം ഇതിനുണ്ട്. പിന്നെ ഒന്നും ആയിട്ടില്ല. ഫ്രണ്ട് ബമ്പർ ടു ബാക്ക് ബമ്പർ ഒരു പീസ് കണ്ടച്ച് ചെയ്തിട്ടില്ല. വാറണ്ടി കഴിഞ്ഞതിൻ്റെ ഇതിന്റെ വാറണ്ടി 5 മാസം വരെ. ഓക്കെ. 23 മാസം കൂടി, 5 മാസം വരെ, 1 മാസം കൂടെ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. വാറണ്ടീൻ്റെ ടെൻഷൻ ഇല്ല, ഒരു സൗണ്ടും ഒന്നും ഇല്ല വണ്ടിയിൽ. പിന്നെ സമാധാനം. അതെ, തീർച്ചയായും. ഇപ്പോൾ റിനോൻ്റെ പുതിയ ഡസ്റ്റർ വന്നു തുടങ്ങിയല്ലോ. അതെ. ഇനിയിപ്പം എന്തായാലും ഇതിനും അപ്ഡേഷൻ ഇപ്പോൾ വരും എന്തായാലും. ഓക്കെ. അപ്പോൾ എത്ര ചോദ്യം ഉണ്ട് ഈ വണ്ടി? നമ്മൾ ചോദ്യമില്ല, നമ്മൾ മാക്സിമം കുറച്ചിട്ട് നെറ്റ് 7,20,000 രൂപയ്ക്ക് വണ്ടി. 7,20,000 ഓട്ടോമാറ്റിക് 1 ലിറ്റർ നോൺ ടർബോ ഫുൾ ഓപ്ഷൻ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. കൈഗർ 2023 അണ്ടർ വാറണ്ടി നിൽക്കുന്ന വണ്ടി. അതിൽ 6 എയർ ബാഗ് വരും. പിന്നെ നമ്മുടെ എന്താ പറയുക എല്ലാം ഈ സമയത്ത് തന്നെ. അതെ. ഓക്കെ. പിന്നെ നമ്മുടെ ഫോൺ ചാർജിങ് വയർലെസ് വരും. എല്ലാം ഓക്കെ. 1 ലിറ്റർ എഞ്ചിനുമാണ്. മൈലേജ് ഉണ്ട്. അതെ. അടുത്തതും MG ഹെക്ടർ KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനം. അതെ. ഹെക്ടർ പ്ലസ് ആണ്. പ്ലസ് ആണ്. ഓക്കെ. 6 സീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ 71,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഹെക്ടർ പ്ലസിൽ ഏറ്റവും ടോപ്പ് എൻഡ് ഷാർപ്പ് പെട്രോൾ ഓട്ടോമാറ്റിക് ടർബോ CVT. പെട്രോൾ ഓട്ടോമാറ്റിക് തന്നെ നമ്മൾ നേരത്തെ കണ്ട സെയിം സാധനം. ഇത് നമ്മളെ നേരത്തെ പെട്രോൾ ഓട്ടോമാറ്റിക് അല്ല, നേരത്തെ പെട്രോൾ മാനുവലും കാണിച്ചു, ഓട്ടോമാറ്റിക്കും കാണിച്ചു. നമ്മളിൽ പെട്രോൾ ഓട്ടോമാറ്റിക്കും പെട്രോൾ മാനുവലും ഉള്ളൂ. ഓക്കെ. ഡീസൽ ഭയങ്കര എഞ്ചിൻ നോയ്സും കാര്യങ്ങളൊക്കെയാണ്, എക്സ്പെൻസീവും ആണ്. നമ്മൾ പെട്രോളിലേക്ക് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് വെച്ചു. ഓക്കെ. ഇത് നമ്മുടെ ടീം ടെക്കിൻ്റെ ഒരു സബ്സ്ക്രൈബർ, പുള്ളിക്കാരൻ സൗദിയിലിരുന്ന് വണ്ടി കണ്ടു, എല്ലാം ഓക്കെ. അങ്ങനെ നമ്മൾ വീഡിയോ കോളിലെല്ലാം കാണിച്ച് സെറ്റ് ചെയ്ത വണ്ടിയാണ്, ആൾക്കായിട്ട് കൊണ്ടുവന്ന വണ്ടിയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു യുദ്ധത്തിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളിക്ക് വരാൻ സാധിക്കുന്നില്ല. രണ്ടാമത് നമ്മൾ ലോൺ അപ്രൂവ് ആക്കി, പക്ഷേ OTP എടുക്കണം. OTP അവിടെ ആയതിനെ കൊണ്ട് എന്തോ ഒരു ടെക്നിക്കൽ എറർ ഉണ്ട്. അപ്പം അത് ഈ ആധാർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് ചൊറകൾ ഉള്ളതിനെ കൊണ്ട് നമ്മൾ ഇനി കസ്റ്റമറെ കാണിക്കാം എന്നുള്ളൊരു തീരുമാനം. മോഡൽ പറഞ്ഞാൽ ഇത് 2020 മോഡൽ, 21 രജിസ്ട്രേഷൻ, ഷാർപ്പ് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ഹെക്ടർ പ്ലസ് ആണ്. 6 സീറ്റർ വാഹനം. എത്ര ചോദ്യം? ഈ വണ്ടി നമുക്ക് നെറ്റ് 12.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 12,50,000. ലോൺ എത്ര കിട്ടും? വണ്ടിക്ക് ഏകദേശം 11-11.5 ലക്ഷത്തോളം രൂപ ലോൺ കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ വേറെ വർക്കൊന്നുമില്ലല്ലോ ഇപ്പോൾ? ഒന്നുമില്ല. ടയേഴ്സ് എല്ലാം യൊക്കോമയിലുള്ള ടയേഴ്സാണ്, അതിലൊന്നും ചിന്തിക്കാനില്ല. അങ്ങനെ ഉണ്ടാവും ടോപ്പിൻ്റെ വണ്ടി. ഓക്കെ. ഇവർ കൈഗർ MG കൂടി അങ്ങ് വിലക്കെടുത്തേക്കാൻ തോന്നുന്നു. വീണ്ടും ഹെക്ടർ പ്ലസ് ആണ്, റെഡ് ഫിനിഷാണ്. ഏതാ രജിസ്ട്രേഷൻ? KL20 രജിസ്ട്രേഷൻ, തിരുവനന്തപുരം. എങ്ങനെ ഫാൻസി നമ്പറാണ്. ഹെക്ടർ പ്ലസ് തന്നെ. നേരത്തെ കണ്ടത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിരുന്നു. ഹെക്ടർ പ്ലസിൽ ഏറ്റവും ടോപ്പ് എൻഡ് ഷാർപ്പിൽ ഹൈബ്രിഡ് മാനുവൽ വണ്ടി. ഹൈബ്രിഡ് മാനുവൽ നല്ല മൈലേജ് ഉണ്ടാവും. അത്യാവശ്യം മൈലേജ്. 17 കിട്ടുമോ? അങ്ങോട്ടൊന്നും പോണ്ട. നല്ല ബോഡി വെയിറ്റ് ഉണ്ട് വണ്ടിക്ക്. ഒരു 13 to 15 ഉള്ളിൽ. മാരുതിയൊക്കെ ആണെങ്കിൽ പേടിക്കണ്ടേ? 17-20. ഇതിൽ ഹൈബ്രിഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മാരുതിയിൽ വരുന്ന സ്മാർട്ട് ഹൈബ്രിഡ് ആ സിസ്റ്റമാണ് ഇതിന്റെ ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ബാറ്ററി റീജനറേഷൻ സംഭവങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ഐഡിയൽ പൊസിഷനിലൊക്കെ ഹൈബ്രിഡിൽ വർക്ക് ചെയ്യും. മോഡൽ ഇത് 2020 മോഡൽ, 21 രജിസ്ട്രേഷനാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 72,500 കിലോമീറ്റർ ലെവലിൽ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്. 4 ടയറും പുത്തൻ യോക്കോഹാമയിലെ ടയേഴ്സാണ്. വേറെ ഒന്നും ചെയ്യേണ്ട, പക്കാ ക്വാളിറ്റി, ഷോറൂം ക്വാളിറ്റി വണ്ടി. എത്ര കൊടുക്കുക? ഈ വണ്ടി നമ്മളൊരു ഓഫർ റേറ്റിൽ 10,80,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കും. 10,80,000, 20 മോഡൽ, 21 രജിസ്ട്രേഷൻ, ഷാർപ്പ് മാനുവൽ പെട്രോൾ. ഈ ഒരു ഹെക്ടർ പ്ലസ് 6 സീറ്റർ വണ്ടിയാണ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. വേറെ ചിലവൊന്നുമില്ല, ഫുൾ ലോണും കിട്ടും. ഫുൾ ലോണും വേറെ ഒന്നും നോക്കുന്നുണ്ടെങ്കിൽ ഫുൾ ലോൺ കിട്ടും. അല്ലാതാണെങ്കിൽ ക്യാഷിന് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അത്. അതെ. അടുത്ത വണ്ടിയിലേക്ക് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതും റെനോ തന്നെ. റെനോ ഡ്രൈവറാണ്, 7 സീറ്റർ, KL53 രജിസ്ട്രേഷൻ. അതെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് സിംഗിൾ ഓണർഷിപ്പിൽ 2024 മോഡൽ, 25 ഫസ്റ്റ് ജനറേഷൻ രജിസ്ട്രേഷൻ. ഓക്കെ. 9,000 കിലോമീറ്റർ ഓടിയ ഫ്രണ്ട് ബമ്പർ ടു ബാക്ക് ബമ്പർ, സിംഗിൾ ടച്ച് അപ്പ് ഇല്ലാത്ത വണ്ടി. ഒന്നും സംഭവിച്ചില്ല, പുതിയ വണ്ടി. ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക്, RX ഓട്ടോമാറ്റിക്. MT ഗിയർ ബോക്സ് തന്നെയാണ് വരിക. മൈലേജ് ഒരു 12 കണ്ട കീഗറിന്റെ സെയിം AMT ഗിയർ ബോക്സും സെയിം എഞ്ചിനും. 12-16 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും. 12 അല്ല 13-17 വരെയൊക്കെ കിട്ടും. ഓക്കെ. ഓടിച്ചാൽ 10,000 മുകളിൽ ഓൺ റോഡ് റേറ്റ് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയൊരു ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ. നമ്മൾ ഫൈനൽ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന റേറ്റ് 7 ലക്ഷം രൂപ.
7 ലക്ഷത്തിനാണ് 24 മോഡൽ 25 രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ 28 വരെ കമ്പനി വാറണ്ടി വാഹനമാണ്. 28 ഫസ്റ്റ് വരെ വാറണ്ടി ഉണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോ. 7 സീറ്റർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അച്ഛനമ്മ മക്കളെ ബാക്കിൽ എടുത്താൽ സെൻട്രൽ അങ്ങനെ ഉണ്ടാവും. അല്ലാന്നാണ് ബാക്കത്തെ സീറ്റ് കൺവേർട്ട് ചെയ്ത് നല്ല സ്പേസ് ഉണ്ടാവും. എന്തൊക്കെ സാധനമൊക്കെ കൊണ്ടുവരേണ്ട അങ്ങനെ കൊണ്ടുപോകും അല്ലേ. അപ്പോൾ മൾട്ടിപർപ്പസ് ഉപയോഗിക്കാൻ പറ്റിയൊരു അങ്ങനെ പറ്റും അല്ലേ. ഒരു MPV മിനി MPV അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോ. ലോണും ഒരു 6-6 കിട്ടും. ലോണ് ഏകദേശം ഫുൾ ലോൺ തന്നെ കിട്ടും. കാരണം നല്ല ഡിപ്രീസിയേഷൻ മാറ്റം ഉണ്ടല്ലോ. നമുക്ക് കിട്ടുന്ന റേറ്റിൻ്റെ മുകളിൽ ചെറിയൊരു പ്രോഫിറ്റ് വെച്ച് വേഗം നമ്മൾ ക്ലോസ് ചെയ്യാനാണ് പതിവ്. അതുകൊണ്ടാണ് വേഗം പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. ഇനി ഇതാ ഇവിടെയൊക്കെ സ്റ്റോക്ക് ഉണ്ട്. MG ന്യൂ ഷേപ്പ് ഉണ്ട്. ഇതിനായിട്ട് നിൽക്കുന്നത് CNG വെന്യൂവിൻ്റെ മുകളിലാണ്. തൊട്ടപ്പുറത്ത് പെട്രോളോ മാനുവലും ഓട്ടോമാറ്റിക്കലും സെൽറ്റോസ് ഉണ്ട്. നമ്മൾ കുറേ വണ്ടികൾ എല്ലാം കൂടി ഇതിൽ കാണിക്കാൻ പറ്റും. 7 സീറ്റർ എർട്ടിഗ ഉണ്ട്, അത് ഓട്ടോമാറ്റിക് ആണ്. സ്മാർട്ട് ഹൈബ്രിഡ് ആൽഫ എർട്ടിഗ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് മാത്രമൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും മെട്രോ കാസിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നത്തെ പോലെ തന്നെ ഷെയർ ചെയ്യാം. മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തണം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താതെ പോകരുത്. ദയവേത് കമൻസിലേക്ക് വരിക. അതെ, ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു ബ്രോ. അടുത്ത വീഡിയോ കാണാം. ഹാപ്പി വിഷു എല്ലാവർക്കും. ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. ബൈ.